ഇന്ന് നമ്മൾ മുഖത്തുള്ള കരിമങ്ങല് പെട്ടെന്ന് തന്നെ മാറി മുഖത്തിന് നല്ല കളറൊക്കെ കിട്ടുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഞാനിത് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്ത് ഒരു ബൗളിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ വെന്ത് വരണം. അപ്പോൾ ഞാൻ പല വീഡിയോയിലും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസൊക്കെ ഉപയോഗിക്കുന്നത് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് നല്ല കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തൊലിയെല്ലാം കളഞ്ഞ് ഒരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുഴുങ്ങി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാനും നല്ലതാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ കൈ വെച്ചോ സ്റ്റീൽ ഗ്ലാസിൻ്റെ താഴെ ഭാഗം വെച്ചൊക്കെ ഉടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൈ വെച്ച് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ വളരെ നല്ലതാണ്. അത് പുഴുങ്ങിയിട്ട് ഉപയോഗിക്കാനാണെങ്കിലും അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണെങ്കിലും വളരെ നല്ലതാണ്. ഇത് പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവർ ഇടുകയാണെങ്കിൽ മുഖക്കുരു വന്ന പാട്, അതുപോലെ തന്നെ മുഖത്ത് ടാൻ അടിച്ച പാടൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. ഒരുപാട് ഐറ്റം ഒന്നുമില്ല. ഇത് നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൂടുതൽ മുഖക്കുരു വന്ന പാടുള്ളവർ, അതുപോലെ പിഗ്മെൻറ്റേഷൻ പോലെയൊക്കെ കുറച്ചധികം വർഷങ്ങളൊക്കെ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ നല്ല ഡാർക്ക് കളറായിട്ടുള്ള ആ ഒരു കളറൊക്കെ അല്ലേ, അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നേർത്ത് വരും കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു പാക്കാണിത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഇത് ദോശ ബാറ്ററാണ് കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നമ്മൾ അരക്കില്ലേ, അത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഡ്ഡലിക്ക് അരയ്ക്കുന്ന ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തരി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയിലൊന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തതാണ് കേട്ടോ. ഇത് ദോശ ബാറ്ററാണ്, നല്ല പുളിച്ച ദോശ ബാറ്ററാണ്. ഇതാണ് നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് കേട്ടോ. ദോശ ബാറ്ററും ഉരുളക്കിഴങ്ങ് പൊടിച്ചതും. ഇനി ഞാനിതിലേക്ക് ലിക്വറൈസ് പൗഡറാണ്, ഇരട്ടി മധുരം. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഇത് ഇതുപോലെ തന്നെ പിഗ്മെൻറ്റേഷന് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേനാണ്. തേൻ ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല കറുത്ത കളറിലെ മൂക്കിൻ്റെ അവിടെ, കണ്ണിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ഇത് വന്നിട്ട് പിഗ്മെൻറ്റേഷൻ വന്നിട്ട് ആ പാടുള്ളവർ കഴിയുന്നതും 2 ദിവസം കൂടുമ്പോൾ ഇത് തേക്കുന്നത് നല്ലതാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മുഖക്കുരു വന്ന പാടൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോകും. ഡെയിലി പറ്റുവാണെങ്കിൽ അത്രയും ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ തൈര് ചേർക്കുന്നില്ല, അതിന് പകരം സാധാരണ വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. അത് കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല പുളിച്ച ദോശ മാവ് നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി തൈര് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ദോശമാവ് ഉണ്ടാക്കുമ്പോൾ അരി, അതുപോലെ തന്നെ ഉഴുന്ന്, പിന്നെ നമ്മളതിൽ ചേർത്തിരിക്കുന്നത് ഉലുവ, ഇതെല്ലാം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മുഖം നല്ല ക്ലിയർ ആയി കിട്ടും. ടാൻ അടിച്ച പാട് മാറാൻ ഇത് മാത്രം ഇടുന്നത് നല്ലതാണ് കേട്ടോ. അതിപ്പോൾ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ടാൻ അടിച്ച പാട് മാറാൻ ദോശമാവ് മുഖത്തിടുന്നത് നല്ലതാണ്. അപ്പോൾ മുഖമൊക്കെ ഞാൻ നല്ല കഴുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ ഫേസ് പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്തുനിന്ന് കരിമങ്ങിലൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത് ദോശ ബാറ്റർ ഞാൻ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇടുന്നത് ഈ ഒരു ബാറ്ററാണ്. ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ ഹാർഡായിട്ട് ഇങ്ങനെ അമർത്തരുത്. നമ്മളെ മുഖമൊക്കെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് മുഖത്ത് ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇടാവും കേട്ടോ. അപ്പം നല്ലോണം കഴുത്തിലും മുഖത്തും എല്ലാം ഇട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ഈ ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. വെയിലടിച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഫേസ് പാക്ക്, അതായത് നമ്മളെ ഇഡ്ഡലിയുടെ ദോശയുടെ മാവ് ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്തതാവരുത് കേട്ടോ. ഉപ്പ് ചേർക്കാത്തതുണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ. ടാനൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവും. ഒരു പ്രത്യേക ഒരു കളറാണ്, നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന്
തുടച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം. പലവരും ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പാക്ക് ഇത് മാത്രം ഇടുന്നത് ടേൺ അടിച്ച് പാടൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ മുഖത്തിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നമ്മളെ കളറ് പെട്ടെന്ന് മാറും. നമ്മൾ വെയിലടിച്ചിട്ട് വരില്ലേ, വെയിലടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 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 ഡൾനെസ് ഉണ്ടാകും, അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇത് ദോശമാവൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ചുള്ളൂന്നുണ്ടെങ്കിൽ കളയാതെ ചെറിയ ഡബ്ബയിലിട്ട് മാറ്റി വെച്ചാൽ മതി. മുഖം നല്ല ക്ലിയർ ആവും കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും ഡെയിലി നമ്മളിങ്ങനെ തേച്ചാലും മതി. നല്ലോണം മുഖം നന്നായിട്ട് കഴുകി എടുക്കണേ. അപ്പോൾ ഞാൻ മുഖം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്കാണിത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. വൈകുന്നേരത്താണ് നല്ല എഫക്റ്റ് ആയിരിക്കും നമ്മളത് തേച്ച് പിന്നെ പുറത്തിറങ്ങാതെ ഒരു രാത്രി കഴിഞ്ഞല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ഫേസ് പാക്ക് മുഖത്തിട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ഏതൊരു ഫേസ് പാക്ക് ചെയ്യുമ്പോഴും സെക്കൻഡ് സ്റ്റെപ്പ് രണ്ടാമത് നമ്മൾ ഈ മുഖത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചധികം കട്ടിയിലിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിഗ്മെൻറ്റേഷൻ വന്നിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരുപാട് ട്രൈ ചെയ്ത് എന്ത് ചെയ്തിട്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഒരുപാട് പെട്ടെന്ന് ഇങ്ങനെ മാജിക് പോലെ മാറില്ല. പ്രത്യേകിച്ച് നമ്മൾ 30 വയസ്സൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്നാണ് മാറില്ല. ഇതിൻ്റെ കളറ് കുറഞ്ഞ് വന്നിട്ടാണ് അത് ഇങ്ങനെ കുറഞ്ഞ് വരിക, അങ്ങനെയാണ് ചെയ്യുക. പിന്നെ പതുക്കെ അതിൻ്റെ പാട് ഇങ്ങനെ മാഞ്ഞു തുടങ്ങും. അങ്ങനെയാണ് കേട്ടോ. അതിന് ഞാൻ സാക്ഷിയാണ്. എൻ്റെ മുഖത്തിപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ വന്ന പാടിൽ നിന്ന് ഒരു 98% എനിക്കിപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതൊക്കെ തൊലിപ്പുറത്ത് ചെയ്യുന്നതാണ്. ഉള്ളിലേക്ക് നമ്മൾ അത്യാവശ്യം ഭക്ഷണം, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെ നമ്മൾ ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എപ്പോഴും നമുക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ സാധാരണ വെള്ളത്തിലിങ്ങനെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അഥവാ നമുക്കിങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് തിന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ തന്നെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. ഒരിക്കലും ബലം കൊടുത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കരുത്. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് മുഖക്കുരുവോ അല്ലെങ്കിൽ നമ്മളെ പിഗ്മെൻറ്റേഷനോ ഒന്നും ഇല്ലാത്തവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖം നല്ല ക്ലീനായിരിക്കും. ഒരു നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും പറ്റുന്നതാണ്. ചെറിയ കുട്ടികളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. പിന്നെ ഇത് നമ്മൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇതിനുണ്ടാവാറില്ല. ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഇൻസ്റ്റൻ്റായിട്ടൊന്നും തന്നെ ഇല്ല. നല്ല കിഡിലൻ റിസൾട്ടാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടാണ്. ഞാൻ മുഖം കഴുകിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഇതിൻ്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഒരാഴ്ചയെങ്കിലും നമ്മളിങ്ങനെ 2 ദിവസം കൂടുമ്പോൾ തേച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മളെ മുഖത്തെ പാടൊക്കെ ശരിക്കും മാറും. പ്രത്യേകിച്ച് ഈ ഒരു കരിമങ്ങല്യം വന്ന പാട്. പിന്നെ നമുക്കത് വന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് കൂടുകയുള്ളൂ കേട്ടോ. എനിക്കത് അനുഭവമാണ്. അതുകൊണ്ട് അത് പൊയ്ക്കോളൂ. നമ്മൾ ശരിക്കും കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫേസ് പാക്കുകൾ ഒരെണ്ണം തന്നെ ഉപയോഗിക്കണം എന്നില്ല. കഴിയണത് കരിമങ്ങല്യമുള്ളവർ ഇത് തേക്കണം. ഈ ഫേസ് പാക്കുകൾ മാറി മാറി ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇത് ഫേസ് പാക്കൊക്കെ കളഞ്ഞ ശേഷം ഞാനിവിടെ ക്രീമാണ് കേട്ടോ. അത് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ ക്രീമാണ്. അത് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ക്രീം ഉണ്ടാക്കിയത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉറങ്ങാവുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഫേസ് പാക്ക് ഇടുമ്പോൾ കഴിയണത് നമ്മൾ വൈകുന്നേരം ഇടാൻ ശ്രദ്ധിക്കുക. നല്ല അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കരിമങ്ങല്യം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. എത്ര വർഷം പഴക്കമുള്ള കരിമങ്ങല്യാണെങ്കിലും നമുക്കിതുപോലെ നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല കിടിലൻ റിസൾട്ടാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ കരിമങ്ങല്യം.